റീയൂസ്ഡ് കണ്ടന്റ് മൂലമുണ്ടായ പോസായി പോയ മോണിറ്റൈസേഷൻ എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് സേഫായിട്ട് നമുക്ക് റീ അപ്ലൈ ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പലർക്കും സംഭവിക്കുന്ന ഒരു 50% ആൾക്കാർക്കും യൂട്യൂബിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണത്. റീയൂസ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഇതൊക്കെ കൊണ്ട് മോണിറ്റൈസേഷൻ പോസായി പോവുക, അല്ലെങ്കിൽ മോണിറ്റൈസേഷനെ ആവാതിരിക്കുക ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴേ. ഇതൊക്കെ ശ്രദ്ധിക്കണം. റീയൂസ്ഡ് കണ്ടന്റ് പലതരത്തിലുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് വെച്ചാൽ നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും നമ്മൾ ഡയറക്റ്റ് അതിൽ നിന്നുള്ള വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ റീൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു മാറ്റവും കൂടാണ്ട്, ഒരു എഡിറ്റിംഗ് കൂടാണ്ട്, ഒരു നറേഷനും കൂടാണ്ട്, ഒരു തരത്തിലുള്ള ഇതും കൂടാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ചെയ്യുമ്പോൾ അത് യൂട്യൂബിൽ പെട്ടെന്ന് കണ്ടെത്താനാവും. യൂട്യൂബ് അൽഗോരിതം അത് കണ്ടെത്തും, അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് മാറും. മോണിറ്റൈസേഷൻ ആയിരിക്കുന്ന ഒരു ചാനലാണെങ്കിൽ അത് മോണിറ്റൈസേഷൻ പോസ് ആയി കിടക്കും. അത് പിന്നെ വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലത്തെ കണ്ടന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റീ അപ്ലൈ ചെയ്യണം. അപ്പോഴും ഒരു ടെൻഷൻ തന്നെയാണ്. കാരണം ഏതാണിത് റീയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന കുറച്ച് പണിയാണ് അല്ലേ. അതുമാത്രമല്ല, ഇതിപ്പോൾ പിന്നെ മ്യൂസിക് കണ്ടന്റ്, മ്യൂസിക് നമ്മൾ എവിടുന്നൊക്കെയോ എടുത്തിട്ടുള്ള മ്യൂസിക്, ആരോ ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക് ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതും റീയൂസ്ഡ് കണ്ടന്റ് ആവും. അതുപോലെ തന്നെ ഫോട്ടോസ്, നമ്മൾ ഇവിടുന്ന് വെബ്സൈറ്റിൽ നിന്നൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിരുന്നതും അതും റീയൂസ്ഡ് കണ്ടന്റ് ആവും. ഒരു മാറ്റവും കൂടെയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള ഇതിൽ ചെറിയ കട്ടിങ്ങൊക്കെ ഏതെങ്കിലും ഭാഗത്തായിട്ട് വീഡിയോസിൻ്റെ കട്ടിങ്, ഫോട്ടോസിൻ്റെ കട്ടിങ്, ഇതൊക്കെ വെച്ച് നമ്മുടെ നറേഷൻ നമ്മളായിരിക്കണം. നമ്മുടെ വീഡിയോയുടെ സൈഡ് കട്ടിങ് ആയിട്ട് നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയ ഇഷ്യൂ അല്ല. മറ്റുള്ളത് റീയൂസ്ഡ് കണ്ടന്റും കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ പണി തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ റീയൂസ്ഡ് കണ്ടന്റുള്ള മോണിറ്റൈസേഷൻ പോസായിട്ടുള്ള ഒരു ചാനൽ എങ്ങനെ റീഅപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് മോണിറ്റൈസേഷൻ പോസായി കിടക്കുകയാണെങ്കിൽ നമുക്ക് അത് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് വേറൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ആയി കൊടുത്തിട്ട് വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി കൊടുക്കുക. റീയൂസ്ഡ് കണ്ടന്റ് നമുക്ക് ഡൗട്ട് തോന്നുന്ന വീഡിയോസ് ഡിലീറ്റ് ആയി കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റീ അപ്ലൈ ചെയ്യാനുള്ള ഇത് വേണ്ടതെന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതായത് ഏറ്റവും ലാസ്റ്റുള്ള 365 ദിവസത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, 4000 മണിക്കൂർ വാച്ച് അവർ വേണം. അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് വേണ്ട ഫോളോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ. അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതവിടെ പോസിറ്റീവ് ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്നാണ് നമുക്ക് തീരുന്നത്, അന്ന് മുതൽ നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒന്നുമില്ല, എല്ലാം കറക്റ്റായിരിക്കുന്നതാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. എല്ലാം ആ ഗ്രീൻ ടിക്കിൽ തന്നെ ഉണ്ട്, അതായത് സേഫാണ്. ഓക്കെ, ഇത് സേഫാണ്. പക്ഷേ ഇനി സേഫ് ആകണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതായത് യൂട്യൂബിൻ്റെ ടീം അത് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ പൂർണ്ണമായിട്ട് സേഫാണെന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് സേഫാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റീ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ കാണും താഴത്ത്, അവിടെ നമ്മൾ റീ അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റീ അപ്ലൈ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ കാണാം യുവർ റീ അപ്ലിക്കേഷൻ ഈസ് അണ്ടർ റിവ്യൂ. നമുക്ക് അത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും, അവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.